ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാമേട്ട നമുക്കിന്നേ ഓ രാമേട്ടൻ ഇങ്ങോട്ട് ലീവാണല്ലോ. അതെ, ഈ പുതിയതായിട്ട് വന്ന ആളുടെ പേരെന്താ? ഹലോ, പേര് വിഷ്ണു. വിഷ്ണുട്ട ഇതെന്താ ഇങ്ങനെ? അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. രാമേട്ടൻ ലീവിന് പോയി ഒഴിവുള്ള പുതിയ അപ്പോയിന്റ്മെന്റാ. ഒരു അല്പം വളഞ്ഞ വഴിയാണ്, അതാണ് കളക്ടർ മേഡം അറിയാതിരുന്നേ. താൽക്കാലിക വേക്കൻസി ഇല്ല ഈ ഡെയിലി വേജസിന്റെ. ഹേയ്, ഇതൊന്നും ശരിയാവില്ല വിഷ്ണുട്ട. വിഷ്ണുട്ടൻ എന്റെ ഭർത്താവാ, ഞാൻ ബഹുമാനിക്കുന്ന ആള്. ആ ആള് എന്റെ കീഴിൽ ഒന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞോ. അയ്യേ എടോ, നമുക്ക് പരസ്പരം അറിയാലോ. എനിക്ക് തന്നെ അറിയാം, തനിക്ക് എന്നെ അറിയാം. പിന്നെന്താ? പിന്നെ ആളുകൾക്ക് മുമ്പിലൊന്ന് അഭിനയിച്ചാ പോരെ. അതിൽ ഞാൻ എക്സ്പേർട്ട് ആണെന്ന് തനിക്ക് അറിയാലോ. അതെ, പിന്നെ ഒന്നുമില്ലെങ്കിൽ ഈ സാരഥി പണി അത്ര മോശം പണിയൊന്നും അല്ല. അർജുന്റെ സാരഥി ആരായിരുന്നു? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനായിരുന്നില്ലേ? കൃഷ്ണന്റെ കഴിവുകൊണ്ടാണ് മഹാഭാരത യുദ്ധം തന്നെ ജയിച്ചത്. അതിന് ഞാൻ കളക്ടറേറ്റ് പോകുന്നത് യുദ്ധത്തിനാണോ? അല്ലല്ലോ. എടോ തന്റെ ശത്രുക്കളുടെ എണ്ണം വെച്ചിട്ട് അതൊരു കുരുക്ഷേത്ര ഭൂമി തന്നെയാണ്. എന്റെ മനസ്സ് പറയുന്നു, കൃഷ്ണന്റെ സാമീപ്യം പോലെ എന്റെ കൂടെ തന്റെ സാന്നിധ്യം ഉണ്ടാവണോന്ന്. എടോ, ഒന്നില്ലെങ്കിൽ നമുക്ക് പരസ്പരം കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. പിന്നെ ഒഴിവുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ജോലി ആനന്ദപ്രഭാക്കുകയും ചെയ്യാം. ചെറിയ മോഹമൊന്നും അല്ലല്ലോ. പക്ഷെ വിഷ്ണുട്ട, ഈ വിഷ്ണുട്ടൻ എന്റെ ഡ്രൈവറായിട്ട് വരാന്ന് പറയുമ്പോ എനിക്കെന്തോ. ഹലോ 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 മാഡം. മാഡോ? ആ, പിന്നെ മേലുദ്യോഗസ്ഥയുള്ള വനിതനെ ബഹുമാന സൂചകം വിളിക്കേണ്ടത് മാഡം എന്ന് തന്നെയല്ലേ? എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് മാഡം തന്നെയല്ലേ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? പക്ഷെ വിഷ്ണുട്ട, ഇത് കുട്ടിക്കളിയല്ല. ഇത് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയാ. വിഷ്ണുട്ടനെ കൊണ്ട് നടക്കില്ല. അതെ മാഡം, അങ്ങനെ പറയരുത്. ഈ ഭൂമിക്ക് താഴെയുള്ള എന്തും, അത് എന്ത് കുഴപ്പം പിടിച്ച പണിയാണെങ്കിലും ഈ വിഷ്ണുവിന്റെ കയ്യിൽ ഭദ്രായിരിക്കും കേട്ടാ. പിന്നെ ഈ ഡ്രൈവിങ്, പിന്നിലിരിക്കുന്ന സ്വന്തം ജീവന്റെ ഭാഗമായിട്ടുള്ള കളക്ടർ ആവുമ്പോ ശ്രദ്ധ അല്പം കൂടുതലേ ഉണ്ടാവും. ഇതെന്താ ഈ വേഷത്തില്? എന്റെ അമ്മ രാമേട്ടന്റെ ഒഴിവിലുള്ള താൽക്കാലിക വേക്കൻസിയില് വിഷ്ണുവേട്ടനാ കയറിയിരിക്കുന്നത്. ഞാൻ അറിയാതെയുള്ള നിയമനാ. അതെങ്ങനെ മോനെ ശരിയാവുക?